13/4/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2004 മധുബൻ. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി എമർജ് ചെയ്യൂ. ഇതുതന്നെയാണ് മുക്തിധാമത്തിൻ്റെ ഗേറ്റിൻ്റെ താക്കോൽ. ഇന്ന് നവയുഗ രചയിതാവായ ബാബ്ദാദ തൻ്റെ കുട്ടികളുമായി നവവർഷം ആഘോഷിക്കുന്നതിനായി, പരമാത്മാ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിനായി, കുട്ടികളുടെ സ്നേഹത്തിൽ തൻ്റെ ദൂരദേശത്തു നിന്നും സാകാര വതനത്തിലേക്ക് കൂടിക്കാഴ്ച ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. ലോകത്തിലാണെങ്കിൽ നവവർഷത്തിൻ്റെ ആശംസകൾ അന്യോന്യം നൽകുന്നു. എന്നാൽ ബാബ്ദാദ കുട്ടികളായ താങ്കൾക്ക് നവയുഗത്തിൻ്റെയും നവവർഷത്തിൻ്റെയും രണ്ടിൻ്റെയും ആശംസകൾ നൽകുകയാണ്. നവവർഷം ആഘോഷിക്കുന്നത് ഒരു ദിവസത്തേക്കാണ്. നവയുഗം ആണെങ്കിൽ താങ്കൾ സംഗമത്തിൽ സദാ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏവരും പരമാത്മാ സ്നേഹത്തിൻ്റെ ആകർഷണത്തിൽ ആകർഷിതരായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഏറ്റവും ദൂരദേശത്തു നിന്നും വരുന്നത് ആരാണ്? ഡബിൾ വിദേശികളാണോ? അവരാണെങ്കിൽ ഏതായാലും ഈ സാകാര ദേശത്തിൽ തന്നെയാണുള്ളത്. എന്നാൽ ദൂരദേശിയായ ബാബ്ദാദ എത്ര ദൂരത്തു നിന്നാണ് വന്നിരിക്കുന്നത്? കണക്കെടുക്കുവാൻ സാധിക്കുമോ? എത്ര മൈൽ അകലെ നിന്നാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ദൂരദേശിയായ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളെ മുന്നിൽ ഡയമണ്ട് ഹാളിൽ ഇരിക്കുകയാണെങ്കിലും, മധുബനിൽ ഇരിക്കുകയാണെങ്കിലും, ജ്ഞാന സരോവരത്തിൽ ഇരിക്കുകയാണെങ്കിലും, ഗാലറിയിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഏവരോടുമൊപ്പം ദേശവിദേശങ്ങളിൽ ദൂരെ ഇരുന്നു കൊണ്ടും ബാബ്ദാദയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുകയാണ്. ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്ര സ്നേഹത്തോടെ ദൂരെ നിന്നും കണ്ടുകൊണ്ടുമിരിക്കുന്നു, കേട്ടുകൊണ്ടുമിരിക്കുന്നു. അപ്പോൾ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് നവയുഗത്തിൻ്റെയും നവവർഷത്തിൻ്റെയും കോടി മടങ്ങ് ആശംസകൾ, ആശംസകൾ, ആശംസകൾ. കുട്ടികൾക്കാണെങ്കിൽ നവയുഗം നയനങ്ങളുടെ മുന്നിലാണല്ലോ. ഇന്ന് സംഗമത്തിലാണ്, നാളെ തൻ്റെ നവയുഗത്തിൽ രാജ്യാധികാരിയായി രാജ്യം ഭരിക്കും. ഇത്രയും സമീപത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ഇന്നിൻ്റെയും നാളെയുടെയും തന്നെ കാര്യമാണ്. ഇന്നലെ ആയിരുന്നു, നാളെ വീണ്ടും ആകേണ്ടതുണ്ട്. തൻ്റെ നവയുഗത്തിൻ്റെ ഗോൾഡൻ യുഗത്തിൻ്റെ ഗോൾഡൻ ഡ്രസ് മുന്നിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? എത്ര സുന്ദരമാണ്! സ്പഷ്ടമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് സാധാരണ ഡ്രസ്സിലാണ്, നാളെ നവയുഗത്തിൻ്റെ സുന്ദര ഡ്രസ്സിൽ തിളങ്ങുന്നതായി കാണപ്പെടും. നവവർഷത്തിലാണെങ്കിൽ ഒരു ദിവസത്തേക്ക് പരസ്പരം ഗിഫ്റ്റ് നൽകുന്നു. എന്നാൽ നവയുഗ രചയിതാവായ ബാബ്ദാദ നിങ്ങൾക്കേവർക്കും ഗോൾഡൻ വേൾഡിൻ്റെ സമ്മാനം നൽകിയിരിക്കുകയാണ്. അത് അനേകം ജന്മം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. വിനാശി സമ്മാനം അല്ല, അവിനാശി സമ്മാനം ബാബ കുട്ടികളായ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഓർമ്മയുണ്ടല്ലോ? മറന്നുപോയിട്ടില്ലല്ലോ? സെക്കൻഡിൽ വരികയും പോവുകയും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സംഗമത്തിൽ ഇപ്പോൾ തന്നെ തൻ്റെ ഗോൾഡൻ ലോകത്തിൽ എത്തിച്ചേരുന്നുണ്ടോ? അതോ സമയമെടുക്കുന്നുണ്ടോ? തൻ്റെ രാജ്യം സ്മൃതിയിൽ വരുന്നുണ്ടല്ലോ. ഇന്നത്തെ ദിവസത്തെ വിട പറയലിൻ്റെ ദിവസം എന്ന് പറയുന്നു. 12 മണിക്ക് ശേഷം ആശംസകളുടെ ദിവസം എന്ന് പറയും. അപ്പോൾ വിട പറയലിൻ്റെ ദിവസത്തിൽ വർഷത്തിന് വിട പറയുന്നതിനോടൊപ്പം നിങ്ങളേവരും വർഷത്തോടൊപ്പം മറ്റാർക്കാണ് വിട നൽകിയത്? ചെക്ക് ചെയ്തുവോ? സദാകാലത്തേക്കായി വിട നൽകിയോ അതോ അല്പം സമയത്തേക്ക് വിട നൽകിയോ?
ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, സമയത്തിൻ്റെ വേഗത തീവ്രഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ വർഷത്തിൻ്റെയും റിസൾട്ടിൽ ചെക്ക് ചെയ്തോ, എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ വേഗത തീവ്രമായിരുന്നോ അതോ ചിലപ്പോൾ ഒരു രീതിയിലും ചിലപ്പോൾ മറ്റൊരു രീതിയിലും ആയിരുന്നുവോ? ലോകത്തിൻ്റെ അവസ്ഥകൾ കണ്ടുകൊണ്ട് ഇപ്പോൾ വിശേഷിച്ച് തൻ്റെ 2 സ്വരൂപങ്ങളെ എമർജ് ചെയ്യൂ. ആ 2 സ്വരൂപമാണ്: ഒന്ന്, സർവരെ പ്രതിയും ദയാഹൃദയരും മംഗളകാരിയും. രണ്ടാമത്തേത്, ഓരോ ആത്മാവിനെ പ്രതിയും സദാ ദാതാവിൻ്റെ കുട്ടികൾ, മാസ്റ്റർ ദാതാവ്. വിശ്വത്തിലെ ആത്മാക്കൾ തീർത്തും ശക്തിഹീനരും ദുഃഖിതരും അശാന്തരുമാണ്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയുടെ മുന്നിലും പൂജ്യ ആത്മാക്കളായ താങ്കളുടെ മുന്നിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നിമിഷത്തേക്കെങ്കിലും സുഖം നൽകൂ, ശാന്തി നൽകൂ, സന്തോഷം നൽകൂ, ധൈര്യം നൽകൂ. ബാബയ്ക്കാണെങ്കിൽ കുട്ടികളുടെ ദുഃഖവും വിഷമവും കാണുവാൻ ആകില്ല, കേൾക്കുവാനാകില്ല. നിങ്ങളെല്ലാ പൂജ്യ ആത്മാക്കൾക്കും ദയ തോന്നുന്നില്ലേ? തരൂ 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 എന്ന് യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാതാവിൻ്റെ കുട്ടികൾ അല്പം അഞ്ജലി നൽകൂ. ബാബയും കുട്ടികളായ നിങ്ങളെ കൂട്ടുകാരാക്കി, മാസ്റ്റർ ദാതാവാക്കി, തൻ്റെ റൈറ്റ് ഹാൻഡ് ആക്കി ഈ സൂചന നൽകുന്നു. ഇത്രയും വിശ്വത്തിലെ ആത്മാക്കളേവർക്കും മുക്തി നേടിക്കൊടുക്കണം. മുക്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഹേ ദാതാവിൻ്റെ കുട്ടികളെ, തൻ്റെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ, മനസ്സാശക്തിയിലൂടെ, വാണിയിലൂടെ, സംബന്ധ സമ്പർക്കത്തിലൂടെ ആയാലും ശുഭഭാവനയിലൂടെയും ശുഭകാമനയിലൂടെയും ആയാലും വൈബ്രേഷനിലൂടെയും വായുമണ്ഡലത്തിലൂടെയും ആയാലും ഏതെങ്കിലും യുക്തിയിലൂടെ മുക്തി നേടിക്കൊടുക്കൂ. മുക്തി തരൂ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ തൻ്റെ റൈറ്റ് ഹാൻഡ്സിനോട് പറയുകയാണ്, ദയ കാണിക്കൂ. ഇപ്പോൾ വരെയുള്ള കണക്കെടുക്കൂ. മെഗാ പ്രോഗ്രാം ചെയ്തുവെങ്കിലും കോൺഫറൻസ് നടത്തിയെങ്കിലും ഭാരതത്തിലോ വിദേശത്തോ സെൻറ്റേഴ്സും തുറന്നു എങ്കിലും ടോട്ടൽ വിശ്വത്തിലെ ആത്മാക്കളുടെ സംഖ്യയുടെ കണക്കനുസരിച്ച് എത്ര % ആത്മാക്കൾക്ക് മുക്തിക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു? കേവലം ഭാരതത്തിൻ്റെ മംഗളകാരിയാണോ അതോ വിദേശത്തിലും 5 ഖണ്ഡങ്ങൾ ഉള്ളതിൽ എവിടെയെല്ലാം സേവാകേന്ദ്രങ്ങൾ തുറന്നുവോ അവിടുത്തെ മംഗളകാരിയാണോ അതോ വിശ്വ മംഗളകാരിയാണോ? വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്നതിനായി ഓരോ കുട്ടിക്കും ബാബയുടെ ഹാൻഡ്, റൈറ്റ് ഹാൻഡ് ആകേണ്ടതുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുകയാണെങ്കിൽ ഏതിലൂടെയാണ് നൽകുന്നത്? കൈകളിലൂടെയാണല്ലോ നൽകുന്നത്. അപ്പോൾ താങ്കൾ ബാബ്ദാദയുടെ ഹാൻഡ്സ് ആണല്ലോ, കൈകളാണല്ലോ. അപ്പോൾ ബാബ്ദാദ റൈറ്റ് ഹാൻഡ്സിനോട് ചോദിക്കുകയാണ്, എത്ര % മംഗളം ചെയ്തു? എത്ര % ചെയ്തു? കേൾപ്പിക്കൂ, കണക്കെടുക്കൂ. പാണ്ഡവർ കണക്കെടുക്കുന്നതിൽ സമർത്ഥരാണല്ലോ. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഇപ്പോൾ സ്വപുരുഷാർത്ഥത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭിന്ന ഭിന്ന വിധികളിലൂടെ പുരുഷാർത്ഥം തീവ്രമാക്കൂ. സ്വയം തൻ്റെ സ്ഥിതിയിലും 4 കാര്യങ്ങൾ വിശേഷിച്ച് ചെക്ക് ചെയ്യൂ. ഇതിനെയാണ് തീവ്ര പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ഒരു കാര്യം ഇതാണ്, ആദ്യം ഇത് ചെക്ക് ചെയ്യൂ. നിമിത്ത ഭാവം ഉണ്ടോ? ഏതെങ്കിലും റോയൽ രൂപത്തിലുള്ള ഞാനെന്ന ഭാവം ഇല്ലല്ലോ, എൻ്റേതെന്ന ഭാവം ഇല്ലല്ലോ. സാധാരണക്കാരുടെ ഞാൻ എന്നതും എൻ്റേത് എന്നതും സാധാരണമാണ്, സ്ഥൂലമാണ്. എന്നാൽ ബ്രാഹ്മണ ജീവിതത്തിൽ എൻ്റേതും ഞാൻ എന്ന ഭാവവും സൂക്ഷ്മവും റോയലും ആണ്. അതിൻ്റെ ഭാഷ എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്, ഇതൊക്കെ നടക്കുന്നവ തന്നെയാണ്.
ഇത് സംഭവിക്കുക തന്നെ വേണം. പോയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാണ് നിമിത്തഭാവം. ഓരോ കാര്യത്തിലും നിമിത്തമാണ്. സേവനത്തിലായാലും സ്ഥിതിയിലായാലും സംബന്ധ സമ്പർക്കത്തിലായാലും മുഖത്തിലും പെരുമാറ്റത്തിലും നിമിത്തഭാവം ഉണ്ടാകണം. അവരുടെ രണ്ടാമത്തെ വിശേഷത ആയിരിക്കും വിനയഭാവന. നിമിത്തഭാവത്തിലൂടെയും വിനയഭാവത്തിലൂടെയും നിർമ്മാണം നടത്തണം. അപ്പോൾ 3 കാര്യങ്ങൾ കേട്ടു: നിമിത്തം, വിനയം, നിർമ്മാണം. 4ാമത്തെ കാര്യമാണ് നിർവ്വാണം. ആഗ്രഹിക്കുമ്പോൾ നിർവ്വാണധാമത്തിൽ എത്തിച്ചേരണം. നിർവ്വാണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. കാരണം സ്വയം നിർവ്വാണ സ്ഥിതിയിൽ ആയിരിക്കുമ്പോൾ മറ്റുള്ളവരെ നിർവ്വാണധാമത്തിൽ എത്തിക്കുവാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും മുക്തി ആഗ്രഹിക്കുന്നു. മോചിപ്പിക്കൂ, മോചിപ്പിക്കൂ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നല്ല പെർസെൻറ്റേജിൽ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഉണ്ടാവുക എന്നാൽ തീവ്ര പുരുഷാർത്ഥി എന്നർത്ഥം. അപ്പോൾ ബാബ്ദാദ ആഹാ ആഹാ, കുട്ടികളെ ആഹാ എന്ന് പറയും. താങ്കളും പറയും ആഹാ ബാബ, ആഹാ ആഹാ ഡ്രാമ, ആഹാ ആഹാ പുരുഷാർത്ഥം, ആഹാ. എന്നാൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ? അറിയാമോ? ചിലപ്പോൾ ആഹാ എന്ന് പറയുന്നു, ചിലപ്പോൾ വൈ അഥവാ എന്തുകൊണ്ട് എന്ന് പറയുന്നു. ആഹാ എന്നതിന് പകരം വൈയും വൈ എന്നത് അയ്യോ എന്നതും ആകുന്നു. അപ്പോൾ വൈ പാടില്ല, ആഹാ. താങ്കൾക്കും എന്താണ് നല്ലതായി തോന്നുന്നത്? ആഹാ നല്ലതായി തോന്നുന്നുവോ അതോ വൈ ആണോ? എന്താണ് നല്ലതായി തോന്നുന്നത്? ആഹാ. എപ്പോഴെങ്കിലും വൈ എന്ന് പറയുന്നില്ലല്ലോ. അബദ്ധത്തിൽ വന്നു പോകുന്നു. ഡബിൾ ഫോറിനേഴ്സ് വൈ വൈ എന്ന് പറയുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടോ? ഒരിക്കലും വൈ എന്ന് പറയാത്ത ഡബിൾ ഫോറിനേഴ്സ് ആരാണോ അവർ കൈ ഉയർത്തൂ. വളരെ കുറച്ചു പേരേ ഉള്ളൂ. നല്ലത്. ഭാരതവാസികളിൽ ആരാണോ ആഹാ ആഹാ എന്നതിന് പകരം എന്തുകൊണ്ട്, എന്ത് എന്ന് പറയുന്നത് അവർ കൈ ഉയർത്തൂ. എന്തുകൊണ്ട്, എന്ത് എന്ന് പറയുന്നുണ്ടോ? ആരാണ് താങ്കൾക്ക് അനുവാദം നൽകിയത്? സംസ്കാരങ്ങളാണോ? പഴയ സംസ്കാരങ്ങൾ താങ്കൾക്ക് വൈ എന്ന് പറയുവാൻ അനുമതി നൽകി. ബാബ പറയുന്നു ആഹാ ആഹാ എന്ന് പറയൂ, വൈ വൈ എന്നല്ല. അതിനാൽ ഇപ്പോൾ നവവർഷത്തിൽ എന്തു ചെയ്യും? ആഹാ ആഹാ എന്ന് പറയുമോ അതോ ഇടയ്ക്കിടയ്ക്ക് വൈ എന്ന് പറയുന്നതിന് അനുമതി നൽകുമോ? വൈ എന്നത് നല്ലതല്ല. ഏതുപോലെ വായു അഥവാ വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുന്നുവെങ്കിൽ കേടാകുന്നുവല്ലോ. അപ്പോൾ വൈ എന്നത് വായുവാണ്. ഇത് പറയരുത്. ആഹാ ആഹാ എന്നത് എത്ര നല്ലതായി തോന്നുന്നു. അതെ, പറയൂ ആഹാ ആഹാ ആഹാ. ശരി, ദൂരദേശത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലും വിദേശത്തിലും. ആ കുട്ടികളോടും ചോദിക്കുകയാണ് ആഹാ ആഹാ എന്ന് പറയുന്നുണ്ടോ അതോ വൈ വൈ എന്നാണോ പറയുന്നത്? ഇപ്പോൾ വിട പറയുന്നതിൻ്റെ ദിവസമാണല്ലോ. ഇന്ന് വർഷത്തോട് വിട പറയുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും സങ്കല്പിക്കൂ, വൈ എന്ന് പറയുകയില്ല, ചിന്തിക്കുകയുമില്ല. ക്വസ്റ്റ്യൻ മാർക്ക് പാടില്ല, ആശ്ചര്യത്തിൻ്റെ അടയാളം പാടില്ല, ബിന്ദു. ക്വസ്റ്റ്യൻ മാർക്ക് എഴുതൂ. എത്ര വളഞ്ഞതാണ്. ബിന്ദു എത്ര സഹജമാണ്. നയനങ്ങളിൽ ബാബയാകുന്ന ബിന്ദുവിനെ ഉൾക്കൊള്ളൂ. ഏതുപോലെ നയനങ്ങളിൽ കാഴ്ചയുടെ ബിന്ദു ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടല്ലോ, അതേപോലെ സദാ
നയനങ്ങളിൽ ബിന്ദുവായ ബാബയെ ഉൾക്കൊള്ളൂ. ഉൾക്കൊള്ളാൻ അറിയാമോ അതോ ഫിറ്റാകുന്നില്ലേ? കീഴ്മേൽ ആകുന്നുണ്ടോ? എങ്കിൽ എന്തു ചെയ്യും? ആർക്ക് വിട നൽകും? വൈ എന്നതിന് ഒരിക്കലും ആശ്ചര്യത്തിൻ്റെ അടയാളവും വരരുത്. ഇതെങ്ങനെ? ഇതും നടക്കുന്നുണ്ടോ? നടക്കുവാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് നടക്കുന്നു? ക്വസ്റ്റ്യൻ മാർക്ക് പാടില്ല. ആശ്ചര്യത്തിൻ്റെ ചിഹ്നവും പാടില്ല. ബാബയും ഞാനും ഇത്രമാത്രം. പല കുട്ടികളും പറയുന്നു, ഇതൊക്കെ നടക്കുന്നവ തന്നെയാണല്ലോ. ബാബ്ദാദയോട് വളരെ രമണീകമായ കാര്യങ്ങൾ ആത്മീയ സംഭാഷണത്തിൽ പറയുന്നു. മുന്നിൽ പറയാൻ സാധിക്കുന്നില്ലല്ലോ, അപ്പോൾ ആത്മീയ സംഭാഷണത്തിൽ എല്ലാം പറയുന്നു. ശരി, എന്തു തന്നെ നടക്കുന്നുവെങ്കിലും താങ്കൾക്ക് നടക്കുകയല്ല, താങ്കൾക്ക് പറക്കണം. അപ്പോൾ നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ എന്തിനു നോക്കുന്നു? പറക്കൂ, പറപ്പിക്കുകയും ചെയ്യൂ. ശുഭഭാവനയും ശുഭകാമനയും ഈ വിധം ശക്തിശാലിയാണ്. അതായത് ശുഭഭാവനയും ശുഭകാമനയും അല്ലാതെ ഇടയിൽ വൈ എന്നത് വരരുത്. അപ്പോൾ ഇത്രയും പവർഫുള്ളാണ്. അതിലൂടെ ഏതൊരു അശുഭ ഭാവന ഉള്ളവരെയും ശുഭഭാവനയിൽ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. സെക്കൻഡ് നമ്പറാണ്. അഥവാ പരിവർത്തനപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും താങ്കളുടെ ശുഭഭാവനയും ശുഭകാമനയും അവിനാശിയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്കുള്ളതല്ല, അവിനാശിയാണെങ്കിൽ താങ്കളുടെ മേൽ അശുഭഭാവനയുടെ പ്രഭാവം ഉണ്ടാവുക സാധ്യമല്ല. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഇത് എപ്പോൾ വരെ നടക്കും? എങ്ങനെ നടക്കും? ഇതിലൂടെ ശുഭഭാവനയുടെ ശക്തി കുറഞ്ഞു പോകുന്നു. അല്ലാത്ത പക്ഷം ഈ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സങ്കല്പശക്തിയിൽ വളരെയധികം ശക്തിയുണ്ട്. നോക്കൂ, നിങ്ങളെല്ലാവരും ബാബ്ദാദയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ഓർമ്മിക്കൂ, ബാബ്ദാദ എന്താണ് ചെയ്തത്? പതിതർ വന്നാലും പാപി വന്നാലും സാധാരണക്കാർ വന്നാലും ഭിന്ന ഭിന്ന വൃത്തിയുള്ളവരും ഭിന്ന ഭിന്ന ഭാവന ഉള്ളവർ വന്നാലും ബാബ്ദാദ എന്താണ് ചെയ്തത്? ശുഭഭാവന വെച്ചുവല്ലോ. എൻ്റേതാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്, ഹൃദയ സിംഹാസനസ്ഥരാണ്. ഈ ശുഭഭാവന വെച്ചുവല്ലോ, ശുഭകാമന വെച്ചുവല്ലോ. അതിലൂടെ തന്നെ ബാബയുടേതായി മാറിയില്ലേ? ഹേ പാപി, എന്തിനു വന്നു എന്ന് ബാബ പറഞ്ഞുവോ? ശുഭഭാവന വെച്ചു. എൻ്റെ കുട്ടികളെ, മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികളെ, ബാബ നിങ്ങളേവരുടെയും മേൽ ശുഭഭാവന വെച്ചപ്പോൾ, ശുഭകാമന വെച്ചപ്പോൾ താങ്കളുടെ ഹൃദയം എന്താണ് പറഞ്ഞത്? എൻ്റെ ബാബ. ബാബ എന്താണ് പറഞ്ഞത്? എൻ്റെ കുട്ടികൾ. ഇതേപോലെ തന്നെ അഥവാ ശുഭഭാവനയും ശുഭകാമനയും വയ്ക്കുമെങ്കിൽ എന്ത് കാണപ്പെടും? എൻ്റെ കഴിഞ്ഞ കൽപ്പത്തിലുള്ള മധുരമായ സഹോദരൻ, എൻ്റെ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ സഹോദരി, പരിവർത്തനം ഉണ്ടാകും. അപ്പോൾ ഈ വർഷം എന്തെങ്കിലും ചെയ്ത് കാണിക്കണം. കേവലം കൈ ഉയർത്തിയാൽ പോരാ. കൈ ഉയർത്തുന്നത് വളരെ സഹജമാണ്. മനസ്സിൻ്റെ കൈ ഉയർത്തണം. കാരണം വളരെയധികം കാര്യങ്ങൾ അവശേഷിക്കുകയാണ്. ബാബ്ദാദ വിശ്വത്തിലെ ആത്മാക്കളുടെ മേൽ നിരീക്ഷണം നടത്തുമ്പോൾ വളരെ ദയവുണ്ടാകുന്നു. ഇപ്പോൾ പ്രകൃതിക്കും മടുപ്പുണ്ടായിരിക്കുകയാണ്. പ്രകൃതിക്കും മടുപ്പുണ്ടായി. അപ്പോൾ എന്തു ചെയ്യും? ആത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികളെ കാണവേ ദയയിൽ വരുന്നു. നിങ്ങൾക്കേവർക്കും ദയ തോന്നുന്നില്ലേ? ഇത്രയും ആത്മാക്കൾ പോയി എന്ന് കേവലം വാർത്ത കേട്ട് നിശബ്ദമാവുകയാണോ? ആ ആത്മാക്കൾ സന്ദേശത്തിൽ നിന്നും വഞ്ചിതരായിപ്പോയി. ഇപ്പോൾ ദാതാവാകൂ, ദയാഹൃദയരാകൂ.
ഇത് ഉണ്ടാകുന്നത്, ദയ വരുന്നത് ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ സ്വയം തന്നിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി എമർജ് ചെയ്യുമ്പോഴാണ്. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഈ ദേഹത്തിൻ്റെയും ദേഹാഭിമാനത്തിൻ്റെ സ്മൃതിയും പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ കുറവാണ്. ചെറിയ ചെറിയ പരിധിയുള്ള കാര്യങ്ങൾ സ്ഥിതിയെ ഉലയ്ക്കുന്നു. കാരണം എന്താണ്? പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി കുറവാണ്. മോഹമുണ്ട്. വൈരാഗ്യമില്ല, മോഹം ഉണ്ട്. എപ്പോഴാണോ തീർത്തും പരിധിയില്ലാത്ത വൈരാഗിയായി മാറുന്നത്, വൃത്തിയിലും വൈരാഗി, ദൃഷ്ടിയിലും പരിധിയില്ലാത്ത വൈരാഗി, സംബന്ധ സമ്പർക്കത്തിലും സേവനത്തിലും എല്ലാത്തിലും പരിധിയില്ലാത്ത വൈരാഗി, അപ്പോഴാണ് മുക്തിധാമത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. ഇപ്പോൾ ഏതെല്ലാം ആത്മാക്കളാണോ ശരീരം ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, അവർ വീണ്ടും ജന്മമെടുക്കും, വീണ്ടും ദുഃഖിതരാകും. ഇപ്പോൾ മുക്തിധാമത്തിൻ്റെ ഗേറ്റ് തുറക്കുന്നതിന് നിമിത്തം താങ്കളാണല്ലോ, ബ്രഹ്മബാബയുടെ കൂട്ടുകാരാണല്ലോ. അപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയാണ് ഗേറ്റ് തുറക്കുന്നതിൻ്റെ താക്കോൽ. ഇപ്പോൾ താക്കോൽ തിരിച്ചിട്ടില്ല, താക്കോൽ തയ്യാറാക്കിയിട്ടേയില്ല. ബ്രഹ്മബാബയും കാത്തിരിക്കുകയാണ്, അഡ്വാൻസ് പാർട്ടിയും കാത്തിരിക്കുകയാണ്, പ്രകൃതിയും കാത്തിരിക്കുകയാണ്. വളരെയധികം മടുത്തു പോയിരിക്കുകയാണ്. മായയും തൻ്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയൂ, ഹേ മാസ്റ്റർ സർവശക്തിവാന്മാരെ, പറയൂ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ വർഷത്തിൽ ഏതെങ്കിലും നവീനത ചെയ്യുമല്ലോ. നവവർഷം എന്ന് പറയുന്നു, അപ്പോൾ നവീനത ചെയ്യുമല്ലോ. ഇപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ മുക്തിധാമത്തിലേക്ക് പോകുന്നതിൻ്റെ താക്കോൽ തയ്യാറാക്കൂ. നിങ്ങൾക്കേവർക്കും ആദ്യം മുക്തിധാമത്തിലേക്ക് പോകണമല്ലോ. ബ്രഹ്മബാബയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കൂടെ പോകും, കൂടെ വരും, കൂടെ രാജ്യം ഭരിക്കും, കൂടെ ഭക്തി ചെയ്യും. അതിനാൽ ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തൂ. ഈ വർഷത്തിൽ ചെയ്യുമോ അതോ രണ്ടാമത്തെ വർഷം വേണമോ? ഈ വർഷത്തിൽ അറ്റൻഷൻ പ്ലീസ്. വീണ്ടും വീണ്ടും ചെയ്യും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. ചെയ്യുമോ? എങ്കിൽ പിന്നെ അഡ്വാൻസ് പാർട്ടി താങ്കൾക്ക് വളരെയധികം ആശംസകൾ നൽകും. അവരും ക്ഷീണിച്ചു പോയിരിക്കുന്നു. ശരി, ടീച്ചേഴ്സ് എന്ത് പറയുന്നു? ആദ്യത്തെ ലൈനിലുള്ളവർ എന്ത് പറയുന്നു? ആദ്യത്തെ ലൈനിലുള്ള പാണ്ഡവരിലും ആദ്യത്തെ ലൈനിലുള്ള ശക്തികളിലും ആര് ചെയ്യുമോ അവർ കൈ ഉയർത്തൂ. പകുതി കൈയല്ല, പകുതി ഉയർത്തുകയാണെങ്കിൽ പകുതി ചെയ്യും എന്നാണ് പറയുക. കൈ നീട്ടി ഉയർത്തൂ. ശരി, ആശംസകൾ, ആശംസകൾ. ശരി, ഡബിൾ വിദേശികൾ കൈ ഉയർത്തൂ. ആരാണ് ഉയർത്താത്തത് എന്ന് അന്യോന്യം നോക്കൂ. ശരി, ഈ സിന്ധി ഗ്രൂപ്പും കൈ ഉയർത്തുകയാണ്. അതിശയമാണ്. താങ്കളും ചെയ്യുമോ? സിന്ധി ഗ്രൂപ്പ് ചെയ്യുമോ? അതിനാൽ ഡബിൾ ആശംസകൾ. വളരെ നല്ലത്. അന്യോന്യം നോക്കി ശുഭഭാവനയുടെ സൂചന നൽകി കൈയിൽ കൈ ചേർത്ത് ചെയ്യുക തന്നെ വേണം. ശരി. സഭയിൽ ആരോ ശബ്ദമുണ്ടാക്കി. എല്ലാവരും ഇരിക്കൂ. നത്തിങ് ന്യൂ. ഇപ്പോൾ ഒരു സെക്കൻഡിൽ ബിന്ദുവായ ബാബയെ ഓർമ്മിക്കൂ. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന് ബിന്ദുവിടൂ. ഇടാൻ സാധിക്കുമോ? ഒരു സെക്കൻഡിൽ ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്, ഇത്രമാത്രം. ശരി. ഇപ്പോൾ 4 ഭാഗത്തുമുള്ള സർവ നവയുഗത്തിൻ്റെ അധികാരികളായ കുട്ടികൾക്ക് 4 ഭാഗത്തുമുള്ള നവവർഷം ആഘോഷിക്കുന്നതിൻ്റെ ഉന്മേഷവും ഉത്സാഹവുമുള്ള കുട്ടികൾക്ക്, സദാ പറന്നുകൊണ്ടിരിക്കുകയും പറത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പറക്കുന്ന കലയുള്ള കുട്ടികൾക്ക്,
സദാ തീവ്ര പുരുഷാർത്ഥത്തിലൂടെ വിജയമാലയുടെ മുത്താകുന്നവർക്ക്, വിജയീ രത്നങ്ങൾക്ക് ബാബ്ദാദയുടെ നവവർഷത്തിൻ്റെയും നവയുഗത്തിൻ്റെയും ആശംസകളോടൊപ്പം കോടി മടങ്ങ് താലങ്ങൾ നിറച്ച് ആശംസകൾ ആശംസകൾ. ഒരു കൈകൊണ്ട് കൈയടിക്കൂ. ശരി. വരദാനം. ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്ന സർവസിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. എവിടെ ഏകാഗ്രതയുണ്ടോ അവിടെ സ്വതവേ ഏകരസസ്ഥിതി ഉണ്ട്. ഏകാഗ്രതയിലൂടെ സങ്കല്പത്തിൻ്റെയും വാക്കിൻ്റെയും കർമ്മത്തിൻ്റെയും വ്യർത്ഥം സമാപ്തമാകുന്നു, സമർത്ഥം വന്നു ചേരുന്നു. ഏകാഗ്രത എന്നാൽ അർത്ഥം ഒരേ ഒരു ശ്രേഷ്ഠ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുക. ആ ഒരു ബീജരൂപമാകുന്ന സങ്കല്പത്തിൽ മുഴുവൻ വൃക്ഷവുമാകുന്ന വിസ്താരം ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ഏകാഗ്രതയെ വർദ്ധിപ്പിക്കൂ. അപ്പോൾ സർവപ്രകാരത്തിലുമുള്ള ചഞ്ചലത സമാപ്തമായിക്കൊള്ളും. എല്ലാ സങ്കല്പവും വാക്കും കർമ്മവും സഹജമായി സിദ്ധമാകും. ഇതിനുവേണ്ടി ഏകാന്തവാസിയാകൂ. സ്ലോഗൻ. ഒരു തവണ ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുക എന്നാൽ അടയാളത്തിന്മേൽ അടയാളം വീഴ്ത്തുക എന്നാണ്. അതിനാൽ കഴിഞ്ഞതിന് ബിന്ദുവിടൂ. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയി ആകൂ. ഏതുപോലെ ഈ സമയത്ത് ആത്മാവും ശരീരവും കമ്പൈൻഡ് ആണോ, അതേപോലെ ബാബയും താങ്കളും കമ്പൈൻഡ് ആയിരിക്കൂ. കേവലം ഈ ഓർമ്മ വയ്ക്കൂ, മേരാ ബാബ, എൻ്റെ ബാബ. താങ്കളുടെ മസ്തകത്തിൽ സദാ കൂട്ടുകെട്ടിൻ്റെ തിലകമണിയൂ. സുമംഗലി ആണെങ്കിൽ കൂട്ട് ഉണ്ടായിരിക്കുമെങ്കിൽ അതിനെ ഒരിക്കലും മറക്കുന്നില്ല. അപ്പോൾ കൂട്ടുകാരനെ സദാ കൂടെ വയ്ക്കൂ. അഥവാ കൂടെ ഇരിക്കുമെങ്കിൽ കൂടെ പോകും. കൂടെ ഇരിക്കണം, കൂടെ പോകണം. ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും കൂട്ട് തീർച്ചയായും ഉണ്ട്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ആത്മസ്ഥിതി സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ബിന്ദുരൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ശീതളമായ ഒരു സ്ഥാനത്തിരിക്കവേ ശീതളതയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നത് പോലെ ഈ ശാന്തിധാമത്തിൽ ശാന്തി സാഗരനായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ
മഗ്നമായിരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ, ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി ഇങ്ങനെ കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്ക് ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്.